പ്രേക്ഷകർ ഇന്ന് തപാൽ ദിനമാണ്. പക്ഷേ പലയിടത്തും ഇന്ന് കത്തുകളൊന്നും അങ്ങനെ ആരും എഴുതാറില്ല അല്ലെ. കാലിയായ തപാൽ പെട്ടികളാണ് എല്ലായിടത്തും നമ്മൾ കാണുക. കത്തുകളൊക്കെ എഴുതുന്ന ഒരു കാലമേ പോയി എന്ന് തന്നെ പറയാം. കോഴിക്കോട് മാനാഞ്ചിറയിൽ ഒരു കൂട്ടായ്മ ഇന്ന് കത്തുകൾ എഴുതാൻ ഇഷ്ടപ്പെട്ടവർക്കായിട്ട് അവസരമൊരുക്കി. ഒരുപാട് ആളുകൾ ഇതിന്റെ ഭാഗമായിട്ട് കത്തുകളും എഴുതി. ആ കാഴ്ച ഒന്ന് കാണാം. ഇന്ന് തപാൽ ദിനമാണ്. ഞാൻ എഴുതി പോസ്റ്റ് ചെയ്യുന്ന ഒരു പക്ഷേ ആദ്യത്തെ കത്തായിരിക്കും ഇത്. കത്തെഴുതാൻ മറന്നതുപോലെ. മാനാഞ്ചിറയിലെ ആംഫി തിയേറ്ററിൽ എനിക്ക് ചുറ്റും ഒരുപാട് പേർ അവരുടെ പ്രിയപ്പെട്ടവർക്ക് കത്തെഴുതുന്നുണ്ട്. ചെറുപ്പത്തിൽ കവലകളിലൊക്കെ കണ്ടിരുന്ന ചുവന്ന പെട്ടിയില്ലേ, അതെ, തപാൽ പെട്ടി തന്നെ. അതിലിതാ എല്ലാവരും എഴുതി തയ്യാറാക്കിയ കത്തുകളിടുന്നു. ഹൃദയത്തോട് ചേർത്ത് വെച്ച ആർക്കെങ്കിലുമൊക്കെ ആയിരിക്കുമല്ലേ അവരും കത്തുകൾ എഴുതുന്നത്. കത്തെഴുതാൻ ഇഷ്ടപ്പെടുന്ന എത്രയോ മനുഷ്യരുണ്ടെന്നറിയൂ. ഇവിടെ സുഹൈറും കൂട്ടുകാരുമൊക്കെയുണ്ട്. അവരെല്ലാം ചേർന്ന് ഒരു കൂട്ടായ്മ തന്നെ ഉണ്ടാക്കി. അവരുടെ സഹായത്തോടെയാണ് ഞാൻ ഈ കത്തെഴുതുന്നത്. നമ്മളൊരു ലൈവ് ലെറ്റർ റൈറ്റിംഗ് ബൂത്ത് സംഘടിപ്പിക്കുകയാണ്. ഇവിടെ വന്നിട്ട് ഇവിടെ പബ്ലിക്കിലുള്ള ഇവിടെ ആർക്കും ഇവിടെ പോസ്റ്റ് കാർഡിലോ ഇൻലൈനിലോ അവർക്ക് പ്രിയപ്പെട്ട ആർക്കും ഇനി അവനവർക്ക് വേണമെങ്കിലും ലെറ്റർ എഴുതാം. ആ പോസ്റ്റ് ബോക്സിൽ നിക്ഷേപിക്കാം. ടെലി കമ്മ്യൂണിക്കേഷനെ അതുപോലെ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷനെയൊക്കെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഈ സമയത്ത് കുറച്ച് സ്ലോ ലിവിങ് അല്ലെങ്കിൽ കുറച്ച് സ്ലോ കമ്മ്യൂണിക്കേഷനെ ഹോൾഡ് ചെയ്യുക. ആ ഒരു കൾച്ചർ, ആ ഒരു എക്സ്പീരിയൻസ് നിലനിർത്തുക, അതിനെ ഹോൾഡ് ചെയ്യുക എന്നുള്ള കൺസെപ്റ്റിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഓരോ വർഷവും ഒരുപാട് കത്തുകൾ എഴുതുന്ന തോമസ് ഏട്ടനെ ഇവിടെ കണ്ടു. പുള്ളിക്കാരനൊരു ആർട്ടിസ്റ്റ് കൂടിയാണത്രേ. ഇപ്പോൾ കത്തുകൾ എഴുതി അയക്കാൻ ചിലവ് കൂടുതലാണെന്ന് എന്നോട് പറഞ്ഞു. ഏകദേശം ഒരു 20 വർഷമായിട്ട് കത്തുകൾ എഴുതുന്നതാണ്. കണ്ടിന്യൂസ് ആയിട്ട് ഒരു ലൈഫിൻ്റെ ഭാഗമായിട്ട് തന്നെ കത്തുകളുള്ളത് ആളാണ്. അപ്പോൾ ഇടയ്ക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ഇത് വന്നായിരുന്നു, പോസ്റ്റ് ബോക്സുകൾ ഉപേക്ഷിക്കുകയാണെന്ന് പറഞ്ഞാൽ. ആക്ച്വലി അങ്ങനെയല്ല. പക്ഷേ ഇനിയിപ്പോൾ പ്രൈവറ്റൈസേഷനായിട്ട് പോകുന്നു. പിന്നെ നമ്മൾ പോസ്റ്റ് കാർഡുകളുടെ റേറ്റുകളൊക്കെ വളരെയധികം കൂടുന്നു എന്നൊക്കെ കേൾക്കുന്നുണ്ട്. അത് അലാമിംഗ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ തന്നെയാണ്. എന്നെപ്പോലെ കണ്ടിന്യൂസ് ആയിട്ട് എഴുതുന്ന ആളുകൾക്ക് അതൊരു അഫോർഡ് ചെയ്യാൻ പറ്റാത്തൊരു രീതിയിലേക്ക് വരും. കാരണം ഇനി വിദേശത്തൊക്കെയുള്ള കാർഡ്സിനൊക്കെ 200 റുപ്പീസൊക്കെ സ്റ്റാമ്പ് പേജ് ഒട്ടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. പിന്നെ പണ്ടത്തെ ടൈപ്പ് റൈറ്റർ ഇല്ലേ, അത് ഞാനിവിടെ കണ്ടു. മമ്മി പണ്ട് ടൈപ്പ് റൈറ്റിംഗ് ചെയ്തിരുന്നത് നീ ഇപ്പോൾ ഓർത്ത് കാണുമല്ലേ. പ്രണയവും പരിഭവങ്ങളും വിരഹവുമൊക്കെ ഇങ്ങനെ കത്തുകളിൽ എഴുതി കാത്തിരിപ്പിൻ്റെ സുഖമറിഞ്ഞ എത്ര തലമുറകളാണല്ലേ. സൈക്കിളിൽ തുകൽ സഞ്ചി ഞാത്തി വന്നിരുന്ന പോസ്റ്റ്മാൻ ആരുടെയൊക്കെ ദൂതനായിട്ടുണ്ടാകും. പറഞ്ഞു പറഞ്ഞ് നേരം പോയി. പൂക്കുവയിൽ മാനാഞ്ചിറയ്ക്ക് മുകളിലൂടെ മഞ്ഞരാശി പടർത്തി നീങ്ങാൻ തുടങ്ങുകയായി. ഇത്രയും എഴുതിക്കൊണ്ട് കത്ത് അവസാനിപ്പിക്കുന്നു. ചോംടി കേക്കൊപ്പം അഞ്ജന സുകുമാരൻ, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്. നമുക്കപ്പം അഞ്ജന സുകുമാരൻ ചേരുന്നുണ്ട്. അഞ്ജന, അങ്ങനെ ഒരു പഴയ കാലത്തിലേക്ക് തിരിച്ചു പോയല്ലേ. ഇപ്പൊ അങ്ങനെ കത്തുകളൊക്കെ എഴുതുന്ന ആളുകൾ വളരെ വിരളമാണ്. അപ്പോൾ ഈ ഒരു കൂട്ടായ്മ ആ ഒരു കാലത്തിലേക്ക് ഒരു തിരിച്ചുപോക്ക് ഒരിക്കൽ കൂടി നേടിയെടുത്തു അല്ലേ. അക്ഷരങ്ങൾ വാക്കുകളായി, ആ വാക്കുകളിലൂടെ പ്രിയപ്പെട്ടവർക്ക് കൈമാറാനുള്ള ആശയം ഒരുപാട് പേരാണ് അവിടെ കത്തുകളിലൂടെ എഴുതിയത്. തപാൽ ദിനത്തോടനുബന്ധിച്ച് നടത്തിയ ഒരു ലെറ്റർ റൈറ്റിംഗ് ബൂത്തായിരുന്നു ഇത്. ഒരുപാട് പേര് അവിടെ ഒത്തുകൂടിയവർ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കത്തുകൾ എഴുതി. മാനാഞ്ചിറ സ്ക്വയറിലെ ഏറ്റവും ശാന്തവും സ്വസ്ഥവുമായിട്ടുള്ളൊരു സ്ഥലം, ആംഫി തിയേറ്ററിൻ്റെ ചുറ്റുപാട്, അവിടെയായിരുന്നു ഈ ഒരു ലൈവ് ലെറ്റർ റൈറ്റിംഗ് ബൂത്ത് ഉണ്ടാക്കിയിരുന്നത്. ഒരു സംഘടനയായിരുന്നു അതിന് നേതൃത്വം നൽകിയത്, ഒരു എഴുത്ത് കൂട്ടായ്മ. ഡിയർ തപാൽ എന്നാണ് അവർ ആ സംഘടനയ്ക്ക് അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയ്ക്ക് പേരിട്ടിരുന്നത്. ഒരുപാട് പേര് അവിടെ എത്തിക്കൂടിയവർ അവരുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ കത്തെഴുതി. ഞാനും ഒരു കത്തെഴുതി. ഞാൻ ആദ്യമായിട്ടാണ് ഒരു കത്തെഴുതി അത് പോസ്റ്റ് ചെയ്യുന്നത്. ഈ കത്ത് അല്ലെങ്കിൽ ഈ തപാൽപ്പെട്ടി എന്നൊക്കെ പറയുമ്പം ഒരുപാട് നൊസ്റ്റാൾജിയാണ്, ഒരു നൊസ്റ്റാൾജിക് ഫീലാണ്, അങ്ങനെ പഴയ ഓർമ്മകളാണല്ലേ. എത്ര പേര് ഇതുപോലെ കത്തെഴുതി പോസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചാൽ സംശയമായിരിക്കും. ചിലപ്പോൾ കുറച്ച് പേരൊക്കെ ആയിരിക്കും ചെയ്തിട്ടുണ്ടാവും. നമുക്ക് മുന്നേ ഉള്ള ഒരുപാട് തലമുറകളുണ്ട്, അവർ സ്ഥിരമായിട്ട് ഇത്തരത്തിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്തിരുന്നവരാണ്, കത്തുകളിലൂടെ ആശയവിനിമയം നടത്തിയിരുന്നവരൊക്കെയാണ്.
പക്ഷെ നമ്മൾക്ക് മുതലുള്ള ഈ തലമുറയിൽ എന്നൊക്കെ പറയുമ്പോൾ ആ കത്തുമായിട്ട് വിട്ടുപോയി, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഇപ്പോൾ സ്മാർട്ട് ഫോൺസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് വേറെ നമുക്ക് ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട് അടുത്തുള്ളവർ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ കത്തുകളൊക്കെ അങ്ങനെ അന്യം നിന്നുപോയി. അപ്പോൾ വീണ്ടും ഒരു തപാൽ ദിനത്തിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആർക്കെങ്കിലും ഒക്കെ കത്തെഴുതാൻ ഒരു കോൺക്ലേവ് അല്ലെങ്കിൽ ഒരു ചെറിയൊരു സംഘടന പോലെ അവർ രൂപീകരിക്കുകയായിരുന്നു. ഒരു ചെറിയൊരു സമയം കൊണ്ട് ഒരുപാട് പേര് അവിടെ അങ്ങനെ കത്തെഴുതിയിട്ടുണ്ടാവും പ്രിയപ്പെട്ടവർക്ക്. അപ്പോൾ ഏതായാലും ഈ ഒരു കത്തെന്നൊക്കെ പറയുമ്പോൾ നേരത്തെ പറഞ്ഞു നൊസ്റ്റാൾജിക് ഫീലാണ് ആ അക്ഷരങ്ങളിലൂടെ. ഈ കത്തെന്ന് പറയുമ്പം അത് പോസ്റ്റ് ചെയ്ത് കിട്ടേണ്ട ആൾക്ക് അത് കിട്ടാനെടുക്കുന്ന ഒരു സമയമുണ്ട്, ഒരുപാട് ഒരു സമയ ഗ്യാപ്പ് എടുക്കും. അതെന്ന് പറയുന്ന ഒരു കാത്തിരിപ്പിൻ്റെയാണ്. എത്ര പേരായിരിക്കും അങ്ങനെ പോസ്റ്റ്മാനെ കാത്തിരുന്നിട്ടുണ്ടാവുക. ഇപ്പം പക്ഷെ ആ ട്രെൻഡൊക്കെ പോയി, അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടമൊക്കെ മാഞ്ഞു പോയി. ഞാൻ അവിടെ ഒരാളെ പരിചയപ്പെട്ടു, തോമസ് എന്ന് പറഞ്ഞൊരു ചേട്ടൻ. അയാൾ ആർട്ടിസ്റ്റാണ്. അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം വർഷത്തിൽ ഒരുപാട് കത്തുകൾ എഴുതാറുണ്ടെന്നൊക്കെ. അപ്പോൾ സ്ഥിരമായിട്ട് ഇങ്ങനെ കത്തുകൾ എഴുതുന്ന ആൾക്കാർ ഇപ്പോഴും നമുക്കിടയിലുണ്ട്. ഈ കത്തുകൾ എഴുതാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു കത്തെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ എഴുതണമല്ലേ, പ്രിയപ്പെട്ടവർക്ക് വേണ്ടി എപ്പോഴെങ്കിലുമൊക്കെ ഒരു കത്ത് എഴുതണം. അപ്പോൾ ഇതുവരെ കത്ത് എഴുതാത്തവരൊക്കെ ഉണ്ടെങ്കിൽ വെറുതെ ഒന്ന് എഴുതി നോക്കൂ. എഴുതാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് തന്നെയാണ് ഏറ്റവും മനോഹരമായ കാര്യം. ഇപ്പൊ എല്ലാം ഇൻസ്റ്റന്റ് ടെക്സ്റ്റ് മെസ്സേജുകളാണല്ലോ അല്ലേ. പക്ഷേ നമ്മുടെ ഉള്ളറിഞ്ഞൊന്ന് എഴുതുമ്പോൾ അതിൽ നിന്ന് ലഭിക്കുന്ന ഒരു സന്തോഷം, ഒരു ആത്മനിർവൃതി അത് പറഞ്ഞറിയിക്കാനാവില്ല. എന്തായാലും ഈ തപാൽ ദിനത്തിൽ ഈ ഒരു കാഴ്ച അതിമനോഹരമായിരുന്നു.